ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകണം. അതിന് നമ്മൾ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ തപ്പിപ്പെറുക്കി വെച്ച് ഗ്രാമ്പൂവും ഏലക്കയും കറുവാപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കും. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയും സവോളയും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളിയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. അത് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിക്ക് വഴറ്റിയെടുക്കുക. വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ മസാലകൾ ആഡ് ചെയ്യാം. ആവശ്യത്തിന് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് പെരിഞ്ചീരകവും നമ്മൾ ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഇളക്കി കൊടുത്തിട്ടോ. കളർ നല്ല രീതിക്ക് ചേഞ്ച് ആവുന്നതാണ്. നല്ല രീതിക്ക് ഇളക്കി കൊടുത്ത് അങ്ങനെ വഴണ്ട് വരുമ്പോഴാണ് നമ്മൾ ഈ സ്റ്റേജിലാണ് കേട്ടോ തക്കാളി ചേർക്കുന്നത്. ഇവിടെ ചേർക്കാനുള്ള തക്കാളി കടയിലാണ് അത് മേടിക്കാൻ പോയിട്ടുള്ളൂ ഗൈസ്. തക്കാളി നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ നമ്മൾ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കിഴങ്ങും പിന്നെ ബീഫും ആഡ് ചെയ്ത് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം. ഒരു 8-10 അടിയെങ്കിലും അടിക്കണം. അത് ഓരോരുത്തരുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. നല്ല സ്പൈസിയും ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മണവും വരുന്നുണ്ട്. നെക്സ്റ്റ് ടൈം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.